ഫെലനോപ്സിസ് ഓർക്കിഡിൽ ധാരാളം പൂക്കൾ വിരിയാനുള്ള 7 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന ഫെലനോപ്സിസ് ചെടികളെല്ലാം ഞാൻ തീരെ ചെറിയ തൈകൾ വാങ്ങി വളർത്തിയെടുത്തവയാണ്. കുറച്ചൊരു ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല ഭംഗിയായി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഫെലനോപ്സിസ്. ഫെലനോപ്സിസ് തൈകൾ ശരിയായി നടുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്ന ചില ടിപ്സ് കൂടി ശ്രദ്ധിച്ച് ചെടികളെ പരിചരിച്ചാൽ അവ നിറഞ്ഞു പൂവിടും. ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഇനം ചെടികളിൽ ധാരാളം പൂക്കൾ ഒന്നിച്ചുണ്ടാവും. സ്പൈക്കുകളിൽ ശിഖരങ്ങൾ പൊട്ടി അവയിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് കുലയായി നിൽക്കും. വലിയ പൂക്കൾ വിരിയുന്ന ഇനം ചെടികളിൽ സ്പൈക്ക് അധികം ബ്രാഞ്ച് ചെയ്യാതെ നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവും, പക്ഷെ അവ എണ്ണത്തിൽ കുറവായിരിക്കും. 2 തരം ഓർക്കിഡുകൾക്കും 2 തരം ഭംഗിയാണ്. തൈകൾ വാങ്ങുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇനം സെലക്ട് ചെയ്യാം. പഴയ ഫ്ലവർ സ്പൈക്സ് ചുവട് ചേർത്ത് മുറിച്ച് കളയണം. പൂക്കൾ വിരിയാനായി ചെടികൾക്ക് ഒരുപാട് എനർജി ആവശ്യമാണ്. ചെടികളുടെ വേരുകൾ വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കും. ഇലകൾ ഇവ ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം പാകം ചെയ്യും. ഈ എനർജി ഉപയോഗിച്ച് ചെടികളിൽ പൂക്കൾ വിരിയും. പഴയ സ്പൈക്ക് ചെടികളിൽ തന്നെ നിർത്തി പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കാനും സെക്കൻഡറി സ്പൈക്സ് അവയിൽ നിന്നും പൊട്ടി വരാനും വെയിറ്റ് ചെയ്യുമ്പോൾ ചെടി ഉണ്ടാക്കുന്ന എനർജി മുഴുവൻ ഇതിനായി ഉപയോഗിക്കും. പിന്നീട് അടുത്ത സീസണിൽ വരുന്ന പുതിയ സ്പൈക്കുകളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനുള്ള എനർജി ചെടിയിൽ ഉണ്ടാകില്ല. തുടക്കക്കാർക്ക് സ്പൈക്ക് കട്ട് ചെയ്യാൻ മടിയുണ്ടാവും. അങ്ങനെയെങ്കിൽ കുറേ നാൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ പൂക്കൾ വിരിയുന്നുണ്ടെങ്കിലും ഒരു ഭംഗിക്കുറവ് തോന്നുന്ന സമയത്ത് മുറിച്ച് കളയാം. പിന്നീട് നല്ല ഹെൽത്തിയായ സ്പൈക്സ് വരും. പൂക്കളില്ലാത്ത സമയത്ത് ചെടികളെ നെഗ്ലക്റ്റ് ചെയ്യരുത്. ശരിക്കും ഈ വളർച്ചാഘട്ടം വളരെ പ്രാധാന്യമുള്ളതാണ്. ചെടികൾ നല്ല ആക്റ്റീവായി വളർന്ന് ഇലകളും വേരുകളും ഒക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് നല്ല ശ്രദ്ധ കൊടുക്കണം. കൃത്യമായി വളപ്രയോഗം നടത്തണം. ശരിയായി നനച്ചുകൊടുത്ത ചെടികൾ ഡീഹൈഡ്രേറ്റഡ് ആവാതെ ശ്രദ്ധിക്കണം. രോഗകീടബാധകൾ ഉണ്ടാകാതെ നോക്കണം. പിന്നെ വെയിൽ കൊണ്ട് ഇലകൾ പൊള്ളാതെ സൂക്ഷിക്കണം. വളർച്ചാഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പൂക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ശരിയായ വളപ്രയോഗം ഏത് തരം ഓർക്കിഡിനെ സംബന്ധിച്ചും പ്രധാനമാണ്. ഓർക്കിഡിലെ വളപ്രയോഗത്തെപ്പറ്റി വിശദമായ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വളപ്രയോഗ രീതി ഇവിടെ പറയുന്നില്ല. ഫെലനോപ്സിസ് വളരെ പതുക്കെ വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ പോഷകക്കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ട് തുടക്കത്തിൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ പോഷകക്കുറവ് മൂലം പുതുതായി ഉണ്ടാകുന്ന ഇലകൾ ചെറുതായി തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജിൽ ചെടികളിലെ എനർജി മുഴുവൻ പൂക്കളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഗ്രോയിങ് സ്റ്റേജിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കൊടുത്താൽ മാത്രമേ അടുത്ത ഫ്ലവറിങ്ങിന് വേണ്ടി ചെടികൾക്ക് തയ്യാറാകാൻ പറ്റൂ. ആരോഗ്യം കുറഞ്ഞ ചെടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകാനും നശിച്ചു പോകാനും സാധ്യതയുണ്ട്. നേരിട്ട് സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിലും നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഫെലനോപ്സിസ് ചെടികൾക്ക് അനുയോജ്യം. രാവിലെ 9:30 മണി വരെയുള്ള ഇളം വെയിൽ ചെടികളിൽ വീഴത്തക്ക വിധം അവയുടെ സ്ഥാനം ക്രമീകരിക്കുന്നത് പൂവിടാൻ സഹായിക്കും. ചെടി പൂത്തു നിൽക്കുന്ന സമയം എല്ലാ ദിവസവും വെള്ളമൊഴിക്കണം. പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്ന സമയത്ത് ചെടികൾക്ക് നന്നായി ജലാംശം ആവശ്യമാണ്. കൃത്യമായി നനച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടാകാനും ഇലകൾ ജലാംശം കുറഞ്ഞ് ലെതറി ആകാനും പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ഇടയാകും. ജലസേചനം നടത്തുമ്പോൾ പൂക്കളിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. മുട്ടുകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെടികൾക്ക് സ്ട്രെസ് കൊടുക്കരുത്. സൂര്യപ്രകാശത്തിൻ്റെ തീക്ഷ്ണത, അന്തരീക്ഷ ഊഷ്മാവ്, ഹ്യൂമിഡിറ്റി ഇവയിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാവും.
ചെടി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചോ മാറ്റിയോ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മുകളിൽ പറഞ്ഞ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ വ്യത്യാസം വരുന്ന രീതിയിൽ ചെടികൾ മാറ്റരുത്. പുതിയ ചെടികൾ പൂക്കളോടും മൊട്ടുകളോടും കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം പിന്നീട് വിരിയുന്ന പൂക്കൾ ചെറുതും നിറം മങ്ങിയതും ആകുന്നത് ഈ സ്ട്രെസ് കൊണ്ടാണ്. പൂമൊട്ടകൾ കൊഴിഞ്ഞു പോകാനും സ്ട്രെസ് കാരണമാകും. എന്നാൽ മൊട്ടുകളെല്ലാം വിരിഞ്ഞ ശേഷം വേണമെങ്കിൽ സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തേക്കോ ഇൻഡോറായോ ചെടിയെ മാറ്റാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.